ഭരണത്തിലൊന്നും ദോഷം വന്നിട്ടില്ല. ഭരണം മോശമായതുകൊണ്ടല്ല. ഇല്ല, ഭരണം മോശമായതുകൊണ്ടല്ല. ഭരണം മോശമായതുകൊണ്ടല്ല. നീ 50 സീറ്റ് പോലും കിട്ടിയിട്ടില്ല. പാലക്കാട് രമേശ് പിഷാരടി ജയിച്ചിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? ജയിക്കുന്നുള്ളൂ ഷുഗറാണ്. നേരത്തെ പറഞ്ഞ പിഷാരാണ് ജയിക്കുന്നുള്ളൂ. അതുപോലെ 13,000 ജില്ലാണ് വോട്ട് ജയിച്ചു. പക്ഷെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ വോട്ടൊന്നും രമേശ് പിഷാരടി കിട്ടിയില്ല അറിഞ്ഞ്. ഇപ്പോഴത്തെ സ്റ്റന്റ് അങ്ങനെയാണല്ലോ. അങ്ങനെ 13,000 വോട്ടിനെങ്കിലും ജയിച്ചല്ലോ, അതിലേ സന്തോഷിക്കാം. എന്താ പറഞ്ഞാൽ കാറ്റിന്ന് മാറിയൊക്കെ ഇടതുവശത്തേക്കാണ് ചായ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പാലക്കാട്ടേക്ക് 13,000 നല്ലൊരു വിജയം തന്നെയാണ്. രമേശ് പിഷാരടിയേക്കാൾ ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാ ശരിക്കും? അതുകൊണ്ടായിരിക്കും രമേശ് വോട്ട് കുറവ് ഉണ്ടായിരുന്നു. നമ്മുടെ സാഫി ഫർമലിൻ്റെ മിടുക്കുകൊണ്ട് ഈ 17,000 വോട്ടിന് മാങ്കൂട്ടം ജയിച്ചാണ്. രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ മാങ്കൂട്ടം ജയിക്കില്ല. എത്ര ഭൂരിപക്ഷം പേരും ഇല്ല. എന്നാലും ഈ 10 മേലെയൊക്കെ കടന്നത് നല്ലൊരു വിജയമാണ്. ഇപ്പോഴത്തതിന് 13,000 ചില്ലാനുമുണ്ട്. അത് നല്ല വിജയം പറഞ്ഞാൽ നല്ല വിജയം തന്നെയാണ്. വേറെ ജയിക്കണമെങ്കിൽ LDFന്റെ ദാരുണമായ പരാജയമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ട്. ഇത്രയും പരാജയം വരാനുള്ള കാരണം എന്തായിരിക്കും? അതിനകത്ത് 2-3 ഇതുണ്ട്. ഒന്ന് മെയിനായിട്ട് ശബരിമല ആഞ്ഞടിച്ചിട്ടുണ്ട്. 90% ശബരിമലയാണ്. ഭരണത്തിലൊന്നും ദോഷം വന്നിട്ടില്ല. ഭരണം മോശമായതുകൊണ്ടല്ല. ഇല്ല, ഭരണം മോശമായതുകൊണ്ടല്ല. ഭരണം മോശമായതുകൊണ്ടല്ല. നീ 50 സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഭരണം മോശമായതുകൊണ്ടല്ല. ഉറപ്പാ കോൺഗ്രസിനെക്കാളും സീറ്റ് കോൺഗ്രസിന് 41 ഉണ്ടായിരുന്നു കഴിഞ്ഞ ട്രിപ്പ്. അതിനേക്കാളും കുറഞ്ഞു. 37 അത് നമ്മൾ 37 മാർക്കറ്റ് പാർട്ടിക്ക് 35 ഉള്ളു. 2 ഘടകകക്ഷിൻ്റെയാണ്. പക്ഷേ ഭരണം മോശമായതുകൊണ്ടല്ല. ഭരണം മോശമായതുകൊണ്ടല്ല. ഭരണം ശബരിമല തന്നെ മെയിൻ. അതാഞ്ഞടിച്ചു. അത് നല്ലോണം പ്രചാരണവും ചെയ്തു. അത് സത്യമാണെന്ന് പുറത്തും വന്നു. ശൈല ടീച്ചറും തോൽക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ശൈല ടീച്ചർ തോൽക്കാനേ പാടില്ല. മഹാപാവമാണ്. അതൊക്കെ ഭരണത്തിൽ ഉണ്ടാകണം. അതൊക്കെ അത് എന്ത് വകുപ്പ് കൊടുത്താലും ആ വകുപ്പ് സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഏക ഒരു ടീച്ചറുണ്ട് പറഞ്ഞാൽ ശൈലജ ടീച്ചറാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തോൽക്കുക പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കാറ്റ് അങ്ങനെയാണ്. വീശി മാറി. മാർക്സിസ്റ്റ് കോട്ടകളിലെ പാഴ്ചകൾ സംഭവിച്ചില്ലേ കണ്ണൂരിലൊക്കെ? അതിലും വലുതൊന്നും അല്ലല്ലോ. ഗണേഷ് കുമാറിൻ്റെ പരാജയം എങ്ങനെ കാണുന്നത്? തന്നെ മെയിനായിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അടിയൊഴുക്കായി. കംപ്ലീറ്റ് കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിന് നല്ല വിജയം അവർ നേടി. അതിൽ യാതൊരു സംശയമില്ല. അല്ല, ഇപ്പോൾ PC ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പിണറായിയോടുള്ള വിരുദ്ധതയാണ്, കേരളത്തിലെ ആൾക്കാരുടെ വിരുദ്ധതയാണ്. പിന്നെ കേരളത്തിലെ മൊത്തം ആൾക്കാർ പിണറായിയോടൊരു വിരുദ്ധതയാണ് UDF ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അണികൾക്ക് വിരോധമില്ല. അണികൾക്ക് അതായത് സാധാരണക്കാർക്ക് യാതൊരുവിധ പാട്ടുകളും പിണറായി ഉണ്ടായിട്ടില്ല. അതേസമയത്ത് അവരിൻ്റെ നേതാക്കന്മാർ 1-2 നേതാക്കന്മാരൊക്കെ പോയിട്ട് എതിർപ്പിച്ചേരിയിൽ നിന്ന് ജയിച്ചില്ലേ, സുധാകരനൊക്കെ ജയിച്ചില്ലേ. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ പോയതിലും പാർട്ടിൻ്റെ ഉള്ളിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പരാജയമാണ് അടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല വോട്ട് ചെയ്തിരിക്കുന്നത്. LDFൻ്റെ ഒരുപാട് കണ്ടമായ കോട്ടകളെ തകർന്നു. 37 ഒതുങ്ങി 99 സീറ്റുള്ളവരാണ് അവർ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട. അപ്പോൾ അവരുടെ കോട്ടയിൽ നിന്ന് വിള്ളലുകൾ സംഭവിച്ചു. അത് നേരെ എതിർച്ചേരിയിൽ പോയി. അതുകൊണ്ട് അവർക്ക് വൻ വിജയം നേടാൻ കഴിഞ്ഞു. കോൺഗ്രസ്സിന് വൻ വിജയം നേടാൻ കഴിഞ്ഞു. ആരായിരിക്കും എന്താണ് പ്രതിപക്ഷ നേതാവായിട്ട് LDF ആരായിരിക്കും വരിക? പ്രതിപക്ഷ നേതാവ് എനിക്കിഷ്ടം വന്നിട്ട് രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അത് അവരുടെ ഐക്യവേണ്ട തന്നെ തീരുമാനത്തിൽ എടുക്കുകയും ചെയ്യുള്ളൂ. പിണറായിക്കാണ് അതിൻ്റെ യോഗ്യത. പ്രതിപക്ഷ നേതാവായി പിണറായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ആകുന്നുള്ള അറിയാം. അത് അവരുടെ പാർട്ടി തീരുമാനമാണ്. അത് നമുക്കറിയില്ല. എൻ്റെ ആഗ്രഹം പിണറായി വരണം എന്നാണ്. അയാൾ പ്രതിപക്ഷത്തിരിക്കണം എന്നാണ്. എന്താണ് 10 കൊല്ലം ഭരണവശത്തിലിരുന്ന ആളല്ലേ. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കാൻ യോഗ്യനാണ്. മുഖ്യമന്ത്രിയായിട്ട് ആര് വരും? മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് ഇയാളാണ് വരേണ്ടത്. VD സതീശനാണ് വരേണ്ടത്. പ്രതിപക്ഷ നേതാവാണ്. VD സതീശനില്ലേ വരികയാണെങ്കിൽ ഒരു MLA മാത്രമായിട്ട് ആൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു മന്ത്രി പോലും ഇതുവരെ ആയിട്ടില്ല. മന്ത്രി പോലും ആവാത്ത ഒരാളെ മുഖ്യമന്ത്രി ആക്കണത് ശരിക്കും പ്രായോഗികമാണ്. അല്ല. അതേ സമയത്ത് മന്ത്രിയായിട്ടും കേന്ദ്രമന്ത്രിയായിട്ടും സ്റ്റേറ്റ് മന്ത്രിയായിട്ടും ഇരുന്നത് രമേശ് ചെന്നിത്തലയാണ്. അയാൾക്ക് അതിനുള്ള റൂട്ടുകൾ അറിയും. എങ്ങനെ ഭരിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അറിയും.
അത് സതീശനക്കും അറിയും. പക്ഷെ നിങ്ങൾ പറഞ്ഞ മാതിരി സതീശൻ ഇതിനു മുമ്പ് മന്ത്രി ആയിട്ടില്ല, MLA ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളെ വേണ്ട മുഖ്യമന്ത്രി ആകാൻ. പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് നേരെ മുഖ്യമന്ത്രിക്കാണ് പോണത്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്ന മാതിരിയാണ്. തമിഴ്നാട്ടിൽ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയിട്ട് ഭരണത്തിൽ പോകാൻ നിൽക്കുകയാണ്, മുഖ്യമന്ത്രിയാകും. ചേട്ടൻ്റെ കാഴ്ചപ്പാടില്ല ഇനി വരുന്ന UDF 5 വർഷത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരിക്കും? 3000 രൂപ പെൻഷൻ പറയുന്നു, വാഗ്ദാനം പറയുന്നു, അതുപോലെ തന്നെ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ കുറെ പല വാഗ്ദാനങ്ങളും പ്രകടന പത്രികകളുണ്ട്. കൊടുക്കാൻ പറ്റണമെങ്കിൽ കരുണാകരൻ ഭരിച്ച മാതിരി ഭരിക്കണം. കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഒരുപാട് ചെക്ക് പോസ്റ്റുകളൊക്കെ തുറന്നു വിടണം. അത്യാവശ്യം വരാനും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണം. കരുണാകരൻ അതാണ് ആദ്യം ചെയ്തത്. ചെക്ക് പോസ്റ്റുകൾ തുറന്നു, അപ്പോൾ സാധനങ്ങൾ വരാനും പോകാനും തുറത്തി. കരുണാകരൻ ഉണ്ടാകുന്ന സമയത്ത് ആശുപത്രികളിലൊന്നും സ്പിരിറ്റ് എന്നല്ല ഒരു സാധനവും ആരോഗ്യ വകുപ്പിലില്ല. അപ്പോൾ അയാൾ കൊണ്ടുവരേണ്ട തന്ത്രം അയാൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെയൊക്കെ ചെയ്യുക, മാറ്റം വരുത്തിക്ക്. പൈസ വേണമല്ലോ എന്തിനും. ഇന്ന് കേരള ഗവൺമെൻറ്റിന് ഒരു പിന്നു സൂചി ലക്ഷക്കണക്കിന് വേണം, ഒരു മുട്ട് സൂചി. അവിടുന്ന് നിങ്ങൾ തുടങ്ങിക്കോളി. ഖജനാവ് ഇപ്പോൾ VD സതീശൻ പറഞ്ഞ പൂച്ച പെറ്റെടുക്കണ ഖജനാവാ ഉള്ളത്, അതാണ് ഞങ്ങൾ ഏറ്റെടുത്തെന്നാണ് പറയുന്നത്. അത് ഏത് പാർട്ടി വരികയാണെങ്കിലും ഖജനാവിൽ കുറച്ച് പൈസ വെക്കുകയുള്ളൂ, തീരെ വെക്കാണ്ടാക്കും. ആ പണത്തിന് അവർക്ക് മറ്റുള്ള പല കാര്യത്തിനും കൈകാര്യം ചെയ്യാതിരിക്കില്ല. അത് കോൺഗ്രസ് പിന്നെ ഒഴിയുകയാണെങ്കിലും ശരി, മാർക്സിസ്റ്റ് ഒഴിയുകയാണെങ്കിലും ശരി. പിന്നെ ബാധ്യതകൾ, കടബാധ്യതകളുണ്ട്, അതൊക്കെ വാങ്ങിയിട്ടും കൊടുത്തിട്ട് ഇരുന്ന് പറഞ്ഞാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പേരെന്താ? എൻ്റെ പേര് സിയാവുദ്ദീൻ.